നമ്മൾ പന്തലിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു സ്നാക്ക് അടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ പന്തലിൽ വന്നിരിക്കുകയാണ്. പോയി നോക്കാം അവിടെ എന്താണ്. ആദ്യമായിട്ടാണ് വരണം. താഴെ പണിയൊക്കെ നടക്കുകയാണ്. പോയി വല്ലതും കിട്ടുമോ, ഷാപ്പാടടിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയ നമ്മളാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പം ചെറിയൊരു യൂഷ്വലി ക്രേവിങ് തുടങ്ങി. അങ്ങനെ നമ്മൾ പന്തൽ കഫേയിലോട്ട് വന്നു. എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ അറിയാം എന്താണെന്ന് നോക്കാം. യെസ്, നമ്മുടെ സാധനം എത്തി. ചോക്ലേറ്റ് എക്ലേഴ്സ്, കൊറിയൻ ബൺ, എന്താണ് ചിക്കൻ റോള്, പിന്നെ 2 ഫിൽറ്റർ കോഫി. അങ്ങനെയാണ് സംഭവം. എങ്ങനെ ഇരിക്കുമെന്ന് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. ശരിക്കും കൊള്ളാമോ? അത് ആക്ടിങ് ആണോ? അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യും. എല്ലാം ടേസ്റ്റ് ചെയ്ത് കാണി. 3 ടേസ്റ്റ് ചെയ്ത് കാണി. കൊറിയൻ ബൺ കൊള്ളാം. ഇത് മീറ്റ് റോളാണ്, ചിക്കൻ റോളാണ്. ഓ, ഒരു 1-1.5 ടേസ്റ്റിംഗ് ആണ്. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. വിശന്നിരിക്കുന്നുണ്ട്. എല്ലാം കൊള്ളാൻ തോന്നുവാണോ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പറ്റില്ല. നോക്ക്, എല്ലാം ടേസ്റ്റ്. ചുറോസ് എനിക്ക് ഇഷ്ടമല്ലല്ലോ. ചുറോസ് ഇഷ്ടമാണ്. വല്ലാണ്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. മനസ്സിലായി. ഞാൻ അതാ നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ സ്റ്റൈൽ പ്ലസിലോട്ട് വന്ന് കഴിച്ചതിന് ശേഷം ചെറിയൊരു സ്റ്റേഷനറി ഷോപ്പിങ്ങിന് വേണ്ടി 1-2 നോട്ട് പാഡും പെന്നൊക്കെ എടുക്കാനുണ്ടായിരുന്നു. സ്റ്റൈൽ പ്ലസ് വന്നു. ഒരു സ്മോൾ ഷോപ്പിംഗ് എടുത്തു. എന്തോ തമ്പുരാന്നറിയാം. എന്ത് സാധനം? ഇതൊരു ചെറിയ നോട്ട്സ് അങ്ങനെ കുറേ ഉണ്ടല്ലോ അല്ലേ? ഇത് നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് മാഗ്നറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. നൈസല്ലേ? കൊള്ളാം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ സാധനങ്ങൾ. ഇതാണ് 1-1.5 സ്റ്റേഷനറി സ്റ്റൈൽ പ്ലസിൻ്റെ. എൻ്റെ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ചുമ്മാ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനായിട്ട് ഇറങ്ങിയൊന്നുമല്ല. ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ ഒരു നോട്ട് പാഡ് എടുത്തിട്ടുണ്ട് എഴുതാനായിട്ട്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കി ഇറങ്ങിയതല്ല. പക്ഷേ ഇവിടെ വരുമ്പം കൊള്ളാമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എന്തായാലും നോക്കാം. അങ്ങനെ സ്റ്റൈൽ പ്ലസ് ഇറങ്ങി. ടാറ്റാ ബൈ ബൈ. നമ്മളെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ ഇറക്കമാണ്. ഹോസ്പിറ്റലിൽ പോയി ത്രോട്ടൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നു. ഇത്രേ ഉള്ളൂ.
ഇനി മിഷൻ ഹോം, വീട്ടിലോട്ട് പോകും. കയറി കിട്ടിപ്പോം. ആ ഉണ്ടാ, അതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മളുടെ സ്റ്റൈൽ പ്ലസ് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. സ്റ്റൈൽ പ്ലസിൻ്റെ സാധനങ്ങൾ ചെറിയൊരു അൺബോക്സിങ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാണ്. ഇത് കണ്ടോ, ഹോസ്പിറ്റലിലെ കവർ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് സ്റ്റൈൽ പ്ലസിൻ്റെ കവർ. അതായത് ഹോസ്പിറ്റലിൽ പോയെങ്കിലും പിന്നീട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ വിൻഡോ ഷോപ്പിങ്ങിന് പോയത്. വിൻഡോ ഷോപ്പിങ്ങിൻ്റെ വിൻഡോ ചെറിയ അങ്ങോട്ട് തുറന്നു. ആ, ആദ്യത്തെ സാധനം എന്താ? ഇത് ബ്രഷ് പെൻസിലാണ്. മറ്റേ ബ്രഷ്, വാട്ടർ കളർ ബ്രഷ് പോലെ ഉള്ള ഇതാ കളേഴ്സാണ്. ക്രിസ്മസ് വരെയല്ലേ, അപ്പം നമുക്കിനി കാർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് സ്കെച്ച് പെന്നോ? സ്കെച്ച് പെൻ അല്ല, ഇത് മറ്റേ വാട്ടർ കളർ പോലത്തെ ബ്രഷസ് ആണ് ഇതിൻ്റെ. ഇങ്ങനെ ബ്രഷ് സ്കെച്ച് പെന്ന് മറ്റേ പോയിന്റഡ് അല്ല, പെയിന്റ് ബ്രഷ് പോലത്തെ ഇതുള്ള ഇതാ. ടെക്നോളജിയാ. പിന്നെ അടുത്തത്, പിന്നെ അടുത്ത് ഒരു സാധനം മേടിച്ചത് ഇത് ഷാർപ്നറാണ്. പക്ഷെ മേടിച്ചതിന്റെ ഉദ്ദേശം ചുമ്മാ അല്ല, ചുമ്മാ അല്ല, ഇത് ഷാർപ്നർ. ഞാൻ ബാക്ക് ഷാർപ്നർ. ഷാർപ്നർ ക്യൂട്ട് സാധനം. ഓക്കെ നെക്സ്റ്റ് ഒരു നോട്ട്ബുക്ക്, ഒരു പേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹാൻഡ് ബുക്ക്. ഇത് എത്ര? 130 രൂപ. ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചത്. പ്ലെയിൻ ബുക്ക് അല്ലേ? എഴുതാനോ? പ്ലെയിനാന്ന് തോന്നുന്നു. നോട്ട്സ് എഴുതുന്നത് പ്ലെയിൻ അല്ലേ? പ്ലെയിൻ, മറ്റേ റൂൾഡ് ലൈൻ, 1 ലൈൻ. ഓക്കെ. നെക്സ്റ്റ് ഇത് മറ്റേ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക്. ഇതിന് എത്ര രൂപയാ? ഇതിന് 70 രൂപ. ഇതെല്ലാം സ്റ്റൈൽ പ്ലസിനാണ്. പിന്നെ അയ്യോ, മറ്റേ സെലോ ടേപ്പ് ഇതാണ് ഗൈസ് ഈ പാവപ്പെട്ട മേടിച്ച സാധനം. ഇതാണ് എൻ്റെ സാധനം. ഞാൻ ആകപ്പാടെ മേടിച്ച ഒരു നോട്ട് ബുക്കാണ്, അല്ല നോട്ട് പാഡാണ്. ഓക്കെ, പിന്നെ ഞാനൊരു മറ്റേ ഒരു എന്താ നെക്സ്റ്റ്? ഇതൊരു ഒരു ചെറിയ ബാഗ്, നമ്മളൊരു ടോയ്ലറ്ററീസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. എന്ത് വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഇതിന്റെ വലുതൊരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടെന്താ മേടിക്കാത്ത? പക്ഷെ അതിലും ഇത് അതല്ലേ നീ പറഞ്ഞ ഷഡ്ഡി ഇട്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ വലുത് വാങ്ങിക്കണമെന്ന്. സോറി ഗൈസ്. ഇത് ഞാൻ ടോയ്ലറ്ററീസ് ഇട്ട് വെക്കാൻ വേണ്ടി. ഇത് എത്ര രൂപ? ഇത് 20 രൂപ. നമുക്ക് അങ്ങനെ ഇന്ന സാധനം, നമ്മൾ ഒരു സാധനം മേടിച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഷഡ്ഡി ഇടുക, ബാഡി അല്ല, സോറി, കുടുംബ സദസ്സിനുള്ള സോറി അല്ല, എന്തിടുക എന്നുള്ളത്, അതിനകത്ത് എന്തിട്ട് വെക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ട. ചെറിയൊരു ചുമ കണ്ട, അതാണ് ഹോസ്പിറ്റലിൽ പോയ നമ്മളാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ ഒഴിച്ച് ബാക്കിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഒരിക്കലും ഇങ്ങനെ പറയല്ലേ, മോശം. കളർ പെൻ അല്ല, പെന്നിന്റെ അൺബോക്സിങ്. എന്തോന്നാണ് ഇത്? കളർ ബ്രഷ്. ഇതിന്റെ വ്യത്യാസം ഒരു നോട്ട് പാഡ് വാങ്ങിച്ചത്. ബ്രഷ് ഇത് തീർന്നു പോകില്ലേ? ഇത് ബ്രഷാണ് ഇതിന്റെ. ഇതൊക്കെ കണ്ടോ, ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതിന് എത്ര രൂപ? ഇതിന് 200 രൂപയുള്ളൂ. 200 റുപ്പീസ്. 200 റുപ്പീസ്. ശരി, 200 റുപ്പീസ് 14 പീസസ്. അത്രേ ഉള്ളൂ. തീർന്നു. അയ്യോ, തീർന്നു. താങ്ക് യു.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ചെറിയ കുട്ടി ഷോപ്പിംഗ് വീഡിയോ, കുട്ടി ഔട്ടിംഗ് വീഡിയോ, കുട്ടി അൺബോക്സിങ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെളിയിൽ പോയപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ പോയി സ്നാക്സ് അടിച്ചു, ചായ കുടിച്ചു, വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ അതിനകത്ത് നമ്മൾ മൈക്ക് എടുക്കാൻ മറന്നുപോയി. കാരണം നമ്മുടെ ഉദ്ദേശം ആക്ച്വലി ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത് മാത്രമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് സെറിക്ക് ക്രേസി ഐഡിയാസ് വന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ പോയത്. അതുകൊണ്ട് മൈക്ക് എടുക്കാൻ പറ്റിയില്ല. മൈക്ക് ഇനി മുതൽ കാറിലെടുത്ത് വെക്കണം. മൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് സൗണ്ട് ക്ലിയർ അല്ല, നമ്മൾ അധികം സംസാരിക്കാനും പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ പുറത്ത് പോകുമ്പോൾ മൈക്ക് എടുക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പ് അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.